വാഴ്ത്തത്ത നാട്ടിൽ ആദ്യത്തെ 300 സംവത്സരങ്ങൾ ഇടവിടാതെ പീഡനങ്ങളും വിടുതലുകളും ഇടവിടാതെ പീഡനങ്ങളും വിടുതലുകളും ഒക്കെ എഴുതിയ കാലഘട്ടം BC 1050 BC 1050 1000. എഴുത്തുകാരൻ ശമൂവേൽ. ബ്രാക്കറ്റിൽ 1 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം 29-ാമത്തെ വാക്യം. ലക്ഷ്യം ദൈവം പാപത്തെ ശിക്ഷിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ലക്ഷ്യം ദൈവം പാപത്തെ ശിക്ഷിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതുപോലെ തന്നെ അനുദപിക്കുന്നവരോട് ക്ഷമിക്കുമെന്നും സെൻട്രൽ ഹെഡിങ് പുസ്തകത്തിൻ്റെ പശ്ചാത്തലം. ആ ഒരു വാക്യം വായിച്ചിട്ട് മുമ്പിലോട്ട് പോവാം. 29-29. എന്നാൽ ദാവീദ് രാജാവിന്റെ ആദ്യത്തെ വൃത്താന്തങ്ങളും അവന്റെ രാജ്യഭാരമൊക്കെയും അവന്റെ പരാക്രമ പ്രവൃത്തികളും അവനും ഇസ്രായേലിനും അന്യദേശങ്ങളിലെ സകല രാജ്യങ്ങൾക്കും ഭവിച്ച കാലഗതികളും ദർശകനായ ശമൂവേലിന്റെ വൃത്താന്തത്തിലും നാഥാൻ പ്രവാചകന്റെ പുസ്തകത്തിലും ദർശകനായ ഗാദിന്റെ വൃത്താന്തത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് 29-ാമത്തെ അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ 13-ാമത്തെ വാക്യം മുതൽ 29-ാമത്തെ വാക്യം വരെ നിങ്ങൾ പഠിക്കണം. 13-ാമത്തെ വാക്യം മുതൽ 29-ാമത്തെ വാക്യം വരെ നിങ്ങൾ പഠിക്കണം. വായിക്കേണ്ടത് മൊത്തം വേണമെങ്കിൽ വായിക്കാൻ കുഴപ്പമില്ല. ഓക്കെ, സെൻട്രൽ ഹെഡിങ് എഴുതിയല്ലോ. പുസ്തക പശ്ചാത്തലം. കനാൻ നാട് പിന്നീട് ഇസ്രായേൽ എന്ന് അറിയപ്പെട്ടു. കനാൻ നാടിനെ കീഴടക്കുവാൻ ദൈവം ഇസ്രായേൽ മക്കളെ സഹായിച്ചു.
എന്നാൽ അവർ ദൈവത്തെ അനുസരിക്കാത്തതിനാൽ അവർക്ക് ആ നാട് നഷ്ടപ്പെടുമെന്ന് സ്ഥിരീകരിക്കുന്നു. പ്രധാന വാക്യങ്ങൾ 2-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യം. രണ്ടാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെ. ആ കാലത്ത് ഇസ്രായേൽ രാജാവായിരുന്ന ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. പ്രധാന അധ്യായങ്ങൾ. ഒന്നാമത്തെ അധ്യായം 52-ാമത്തെ വാക്യം. ഒന്നാമത്തെ അധ്യായവും ഒന്നാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ്. ഒന്നാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഓക്കെ. പ്രധാന വ്യക്തികൾ. യഹൂദ, ദബോര, ഗിദയോൻ, അബിമേലക്ക്, ശിംശോൻ, ദലീല. സ്ഥിതിവിവര കണക്കുകൾ. സത്യവേദ പുസ്തകത്തിലെ 7-ാമത്തെ പുസ്തകം. സത്യവേദ പുസ്തകത്തിലെ 7-ാമത്തെ പുസ്തകം. അധ്യായങ്ങൾ 21. വാക്യങ്ങൾ 618. ചരിത്രപരമായ വാക്യങ്ങൾ 585. നിവൃത്തിയായ പ്രവചനങ്ങൾ 33. ഓക്കെ. അധ്യായങ്ങൾ 21, വാക്യങ്ങൾ 618,
ചരിത്രപരമായ വാക്യങ്ങൾ 585, നിവർത്തിയായ പ്രവചനങ്ങൾ 33, ചോദ്യങ്ങൾ 92, ദൈവത്തിൽ നിന്നുള്ള ദൂതുകൾ 23, ആജ്ഞകൾ 71, മുന്നറിയിപ്പുകൾ 26, വാഴ്ത്തത്തങ്ങൾ 5. കിട്ടിയായിരുന്നോ? സത്യവേദ പുസ്തകത്തിലെ 7-ാമത്തെ പുസ്തകം, അധ്യായങ്ങൾ 21, വാക്യങ്ങൾ 618, ചരിത്രപരമായ വാക്യങ്ങൾ 585, നിവൃത്തിയായ പ്രവചനങ്ങൾ 33, ചോദ്യങ്ങൾ 92, ദൈവത്തിൽ നിന്നുള്ള ദൂതുകൾ 23, ആജ്ഞകൾ 71, മുന്നറിയിപ്പുകൾ 26, വാഴ്ത്തത്തങ്ങൾ 5. 21-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വരാം. പെട്ടെന്നെടുത്ത് വായിച്ചാട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാമത്തെ അധ്യായം, അതിൻ്റെ 25-ാമത്തെ വാക്യം. പിന്നെ ഇസ്രായേൽ മക്കൾ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും യഹോവയുടെ അടുക്കൽ സഭയ്ക്ക് വരാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. മിസ്പായിൽ യഹോവയുടെ അടുക്കൽ വരാത്തവൻ മരണശിക്ഷ അനുഭവിക്കണമെന്ന് അവർ ഉഗ്രശപഥം ചെയ്തിരുന്നു. ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തരും തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. സ്തോത്രം. ആ രാജാവില്ലാതിരുന്ന സമയത്ത്, ഇപ്പം നമുക്കറിയാം, വീട്ടിൽ അപ്പനില്ലെങ്കിൽ മക്കള് അപ്പൻ വരുന്നത് വരെ വളരെ ബഹളവും പ്രയാസങ്ങളൊക്കെ ആയിരിക്കും. അപ്പൻ അതുപോലെ മക്കളെപ്പോലെ ഉള്ള ഒരു കളിതമാശക്കാരനാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൻ ഒരു ഗൗരവശാലിയാണെങ്കിൽ, അമ്മ ഒരു ഗൗരവശാലിയാണെങ്കിൽ അവർക്ക് പേടിയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അത് പണ്ട് കാലങ്ങളിൽ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പലയിടത്തും കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കൂ, രാജ്യം ഭരിക്കാൻ ഒരു രാജാവില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിനകത്ത് ഒരു രാജാവിന് വേണ്ടി പലരും പല നിലയിലൊക്കെ നോക്കിയെങ്കിലും ആർക്കും ആ സ്ഥാനത്തേക്ക് വരാൻ കഴിയാതിരുന്നു. സ്തോത്രം. ആ സമയത്ത് ജനം അവർ മര്യാദ കെട്ട് നടക്കാൻ തുടങ്ങി. അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ തലത്തിലേക്ക് അവർ നീങ്ങി. സ്തോത്രം. ആ കാലഘട്ടത്തിലേക്ക് വരും മോവാബിയരും അങ്ങനെ ചെയ്ത ചില വ്യക്തികളൊക്കെ മോശമായി, അതായത് എങ്ങനെയൊക്കെ അവർക്ക് നടക്കാമോ ആ തലത്തിൽ കൂടെയൊക്കെ അവർ നടന്ന് മുമ്പിലോട്ട് പോയൊരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിനകത്ത് നിന്ന് ജനത്തെ വിടുവിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ദൈവം ചിലരെയൊക്കെ എണീപ്പിക്കുന്നത്. സ്തോത്രം. ആ സമയത്താണ് ഈ മ്ലേച്ഛമായ പ്രവൃത്തികൾ കൂടെയൊക്കെ സഞ്ചരിച്ചു പോയ ചില വ്യക്തികളുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ സഹോദരിമാരെ പറ്റി പഠിക്കുമ്പോൾ തന്നെ ദലീല എന്നൊരു സഹോദരി ആ പട്ടണത്തിലുണ്ട്. സ്തോത്രം. ദെബോര മാത്രമല്ല, ദലീല എന്നൊരു സഹോദരി അതിനകത്തുണ്ട്. താൻ നല്ലൊരു കൃപാവരമുള്ള ഒരു സഹോദരിയാട്ടോ. സ്തോത്രം. എന്നാൽ ആ കാലഘട്ടത്തിൽ അവരുടെ കൃപയെല്ലാം നഷ്ടപ്പെട്ടു. സ്തോത്രം. അവരൊരു ഒറ്റുകാരിയായി തീർന്നു. അത് പിന്നത്തിൽ നമുക്ക് പഠിക്കാം. അതൊരു സബ്ജക്റ്റായി തന്നെ നമുക്ക് പഠിക്കാം. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ സഹോദരിമാരെ പറ്റി നമ്മളിങ്ങനെ പഠിച്ചു വരുമ്പോൾ
ആദ്യത്തെ സഹോദരി ആരെന്നറിയാമോ? ആദ്യത്തെ പ്രവാചകയല്ല, ആദ്യത്തെ പുസ്തകത്തിൽ സഹോദരി ആരെന്നറിയാമോ? ടീച്ചർമാരെല്ലാം പഠിപ്പിക്കുന്നതാണ്. വേദപുസ്തകത്തിലെ ആദ്യത്തെ അത് പ്രവാചക ആവശ്യത്തെ ആദ്യത്തെ ഒരു സഹോദരി വേദപുസ്തകത്തിൽ ഫസ്റ്റില് ഉൽപ്പത്തിയിൽ ഒരു സഹോദരിയുണ്ട്. അത് തന്നെ. അത് മുതൽ നമ്മൾ സഹോദരിമാരെ പറ്റി പഠിക്കും. മറ്റേ അത് പ്രവാചകിയാണ് പറഞ്ഞത്. ആദ്യത്തെ പ്രവാചകി വരുമ്പോൾ ദെബോര എന്ന ആദ്യം വരും. പക്ഷേ ആദ്യത്തെ സഹോദരിമാരെ പറ്റി പഠിക്കുമ്പോൾ ആ ആദിമ മനുഷ്യനായിരിക്കുന്ന ഹവ്വ മുതൽ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരപ്പെടുമ്പോൾ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ന്യായാധിപന്മാരുടെ പുസ്തകം മാത്രം നിങ്ങൾ വായിക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലില്ലാത്തത് അപ്പുറത്തെ പുസ്തകത്തിലേക്ക് വരും. യോശുവ ഇല്ലാത്തത് ന്യായാധിപന്മാരിൽ വരും, ഇതില്ലാത്ത അപ്പുറത്തെ പുസ്തകത്തിലേക്ക് വരും. അപ്പോൾ ഓരോ പുസ്തകങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കൂ, നമ്മൾ അടുത്തൊരു ഭാഗത്തിലേക്ക് വരികയാണ്. ആമേൻ. 16-ാമത്തെ വാക്യത്തിലേക്ക് വരാമോ? 2-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരാമോ? 15ഉം 16ഉം 2-ാം അധ്യായത്തിൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15ഉം 16 വാക്യത്തിലേക്ക് വരാമോ? പ്രൈസ് ദി ലോർഡ്. 2-ാം അധ്യായം വായിച്ചോളൂ. യഹോവ അരുളി ചെയ്തിരിക്കുന്നത് പോലെയും യഹോവ അവരോട് സത്യം ചെയ്തിരുന്നത് പോലെയും യഹോവയുടെ കൈ അവർ ചെന്നിടത്തൊക്കെയും അനർത്ഥം വരത്തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു. അവർക്ക് മഹാകഷ്ടമുണ്ടാകുകയും ചെയ്തു. എന്നാൽ യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു, അവർ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. ഈ പുസ്തകം എഴുതിയതെന്നായിരുന്നറിയാമോ? ശമൂവേല. സ്തോത്രം. അപ്പോൾ ആ കാലത്തിൽ ന്യായാധിപന്മാരെ 1, 2, 3, 4 തുടങ്ങി നമ്മൾ പഠിച്ചു വരുമ്പോൾ ന്യായാധിപന്മാരെ എണീപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്തോത്രം. ഓരോരുത്തരെയും എണീപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ന്യായപാലനം ചെയ്യാൻ നല്ലൊരു ആളില്ലാതായിപ്പോയി. ആ സമയത്തൊക്കെ ജനം ബോധിച്ചതുപോലെ നടന്നു. പക്ഷെ അതിനകത്ത് ജനത്തെ ഉറപ്പിക്കാൻ ദൈവം ചിലരെ ആ ഭാഗത്ത് നിന്ന് എണീപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ദെബോര മുതൽ, പ്രൈസ് ദി ലോർഡ്, ന്യായപാലനം ചെയ്യാൻ ഒരു രാജാവില്ലാതായിരിക്കുമ്പോൾ ദെബോറയുടെ അടുത്ത് വന്നാണ് ആൾക്കാർ ദർശനം ചോദിക്കുന്നത്. ആമേൻ. അപ്പോൾ ആ കാലഘട്ടത്തിൽ പഴയ നിയമത്തിൽ സഹോദരിമാരെ അംഗീകരിച്ചിരുന്നു. അതിൻ്റെ ഏറ്റവും തെളിവാണ് ദെബോറയെ നമ്മൾ പഠിക്കുമ്പോൾ. ഇസ്രായേലിൽ മേയ്ക്കാൻ ഒരു തലവനില്ലാതെ വന്നപ്പോൾ ഇവരെല്ലാവരും നേരെ പോയി ചോദിച്ച ആരടുത്തെന്ന് അറിയാമോ? ദർശനം ചോദിച്ചത് ദെബോറയുടെ അടുത്താ. സ്തോത്രം. ദെബോറ എന്ന് പേരായിട്ട് കാര്യമില്ല. ദെബോറയുടെ ആ അന്നത്തെ അനുഭവമുള്ള വ്യക്തിക്കാണ് ദെബോറ എന്ന് പേരിടുന്നത്. സ്തോത്രം. അവൾക്ക് വലിയ വീടോ വലിയ പാർപ്പിടമോ ഒന്നുമില്ല. അവൾ വസിച്ചിരുന്ന ഒരു ഈന്തപ്പനയുടെ ചുവട്ടില്ല. സ്തോത്രം. അപ്പോൾ ആ സമയത്ത് ന്യായപാലനം ചെയ്യാൻ വേണ്ടും വണ്ണം അവരെ നല്ല പാതയിൽ തെളിക്കാൻ ഒരധ്യക്ഷൻ അഥവാ ഒരു രാജാവില്ലാതിരുന്നപ്പോൾ ഇസ്രായേലിനെ പിടിച്ചു നിർത്തിയ ഒരു പെൺകുട്ടിയാണ് ദെബോര. സ്തോത്രം. ആമേൻ. കുറവുകളെ ഒന്ന് പരിഹരിക്കാൻ, അങ്ങോട്ട് പോകണ്ട, യുദ്ധത്തിന് പോകണ്ട, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണ്ട എന്ന് പറഞ്ഞ് അവരെ ഉറപ്പിക്കാൻ ആ കാലഘട്ടത്തിൽ ഈ പുസ്തകത്തിൽ കൂടെ നോക്കിയേ 300 സംവത്സരങ്ങൾ ഇടവിടാതെ പീഡനങ്ങൾ അനുഭവിച്ചു ജനം. 1, 2 അല്ല, 300 സംവത്സരങ്ങൾ ഇവർ പീഡയിൽ കൂടെ കടന്നുപോയി, പ്രയാസത്തിൽ കൂടെ കടന്നുപോയി. പക്ഷെ അവിടെയും നല്ലൊരു മേയ്ക്കാനൊരു രാജാവില്ലാതിരുന്നപ്പോൾ അന്നത്തെ ന്യായാധിപന്മാരുടെ ഒരു തലപ്പത്ത് തന്നെ നമുക്ക് നോക്കാം. ഈ പ്രവാചകയായിരിക്കുന്ന ദെബോരയെ ആ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിച്ചു. സ്തോത്രം. ആമേൻ. അപ്പോൾ തന്നെ ദെബോരയെ മാത്രമല്ല അവിടെ ഉപയോഗിച്ചത്. ആമേൻ. ശിംശോനെ ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. നോക്കൂ. ആമേൻ. ഇഫ്താഹിനെ ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇഫ്താഹിനെ ദൈവം അതിനകത്ത് ശക്തമായി ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. എഴുതിക്കൊള്ളണേ. അടുത്തൊരു മനുഷ്യനാര്? ഇഫ്താഹ് താൻ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ആദ്യം ദൈവത്തോട് ആലോചന ചോദിക്കും. അത് അവൻ്റെ ഒരു ശീലമാണ്. നിങ്ങൾ ചോദിക്കാറുണ്ട് ജോലിക്ക് പോകുമ്പോൾ ദൈവത്തോട്, ദൈവമേ 1 മിനിറ്റ് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവം നമുക്ക് നമ്മുടെ യാത്രാ മധ്യത്തിൽ വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ഇന്നൊരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കണ്ട ഇങ്ങനെയാണ്.
സ്തോത്രം. ആമേൻ, ആമേൻ. ഒരമ്മയ്ക്ക് ഒരു മകൻ, ആ മകൻ ജനിച്ച് ഒരു 5-6 വയസ്സായപ്പോൾ പിതാവ് നഷ്ടപ്പെട്ടു, അഥവാ ആ കുഞ്ഞിൻ്റെ പിതാവ് നഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ എല്ലാം ഈ മകനായിരുന്നു. ഈ മകൻ പുറത്തേക്ക് പോകുമ്പോഴും തിരിച്ചൊരു ജോലിക്ക് പോകുമ്പോഴും എവിടെ പോയാലും ആമേൻ ഒരു വിശേഷിക്കപ്പെട്ട യാത്രയ്ക്ക് പോകുകയാണെങ്കിൽ, പ്രത്യേകിച്ച് രാവിലെ ജോലിക്ക് പോകുകയാണെങ്കിൽ താൻ അറിവായ സമയം മുതൽ അമ്മയ്ക്കൊരു ചുംബനം കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു അവസരത്തിൽ ഈ കുഞ്ഞിന് വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞപ്പോൾ ആമേൻ കുഞ്ഞുങ്ങളുണ്ടായി, ഒരു മകനുണ്ടായി. ആമേൻ. ആദ്യം അവൻ്റെ മകനെടുത്ത് ചുംബനം കൊടുത്തിട്ട് അപ്പോൾ അമ്മ നിൽക്കുക. രണ്ടാമത് അവൻ്റെ ഭാര്യയ്ക്കും അമ്മയുടെ മുമ്പ് ചുംബനം കൊടുത്തിട്ട് അവൻ വണ്ടിയിൽ യാത്ര ചെയ്ത് കുറച്ചു ദൂരം പോകുമ്പോൾ പെട്ടെന്ന് അവൻ്റെ മുമ്പിൽ പിക്ചർ തെളിയുകയാണ്. ഭാര്യ അവൻ്റെ മുമ്പിൽ ഇല്ലാത്തൊരു സമയം, അവനൊരു കുഞ്ഞ് ഇല്ലാത്തൊരു സമയം. അവൻ പുറത്തേക്ക് പോകുമ്പോൾ അവൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്തിട്ടാണ് പോകുന്നത്. തിരിച്ച് അവനത് കണ്ട് അവൻ അവൻ്റെ ഒരു ജീവിതത്തിൽ അത് ഒരു പാഠമായിട്ട് അവൻ തിരിച്ച് ആ വണ്ടി നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ അവിടെ നിൽക്കുക. അവൻ ആ അമ്മയെ പിടിച്ച് ചുംബനം ചെയ്തിട്ടാണ് അവൻ തിരിച്ചു പോകുന്നത്. ഞാനത് ഒത്തിരി പ്രാവശ്യം അത് കാണുവാൻ കഴിഞ്ഞു. കാരണം എല്ലാം ഉണ്ടെങ്കിലും അമ്മയ്ക്ക് അമ്മ തന്നെയാണ്, അപ്പന് അപ്പൻ തന്നെയാണ്. അതിനപ്പുറം ആർക്കും നമുക്ക് ആ ഭാഗത്ത് കൊണ്ടുവരാൻ കഴിയത്തില്ല. സ്തോത്രം. എല്ലാ സൗകര്യങ്ങളും വരുമ്പോഴും പലരും മറക്കാറുണ്ട്. പക്ഷേ മറന്നാലും ചിലതൊക്കെ ദൈവം എന്ത് ചെയ്യും? ഓർമ്മിപ്പിക്കും. അതിനാണ് ഇബ്താഗ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പലയിടത്തും പല നിലയിലും പോകുമ്പോൾ ഒരു അവസരത്തിൽ അവൻ തോറ്റുപോകുമെന്ന് കണ്ടപ്പോൾ ആമേൻ നോയിക്കേ, അവൻ ഇറങ്ങിയപ്പോൾ യുദ്ധക്കളത്തിൽ ചെന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, കർത്താവേ ഞാൻ ഇറങ്ങുമ്പോൾ സ്തോത്രം നിന്നോട് ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ ഞാൻ ഈ നിൽക്കുന്ന യുദ്ധക്കളത്തിലാണ്. ഇവിടെ നിന്ന് ജയിച്ച് തിരിച്ച് ഞാൻ ഭവനത്തിലേക്ക് മടങ്ങുമെങ്കിൽ എന്നെ എതിരേൽക്കുന്ന അത് ഏത് വസ്തുവാണെങ്കിലും ആമേൻ അതിന് നിനക്ക് വേണ്ടി എന്ത് ചെയ്യും? ഞാൻ യാഗം കഴിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇബ്താഗ് ദൈവത്തോട് പറഞ്ഞ ഒരു നേർച്ച. സ്തോത്രം. ഞാൻ പറഞ്ഞ കാര്യം, ആ കാലഘട്ടത്തിൽ ഓരോരുത്തരെയും നയിക്കാൻ രാജാവില്ലായിരുന്നപ്പോഴും ജനത്തെ ദൈവം എന്ത് ചെയ്തു? ആമേൻ എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. ദെബോറ മുതൽ ഇബ്താഗ് മുതൽ ശിംശോൻ മുതൽ ആമേൻ ഇങ്ങനെ ഓരോരുത്തരെയും എണീപ്പിച്ചു. പക്ഷേ അതിനകത്തും ശത്രുവിനെ കൂടെ ഉളവാക്കപ്പെട്ടു. കേട്ടോ, പ്രൈസ് ദി ലോർഡ്. മറന്നു പോകരുത്, ഈ ദിവസങ്ങളിൽ ദൈവജനം ആമേൻ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്രയൊക്കെ നമ്മൾ മുമ്പിലോട്ട് പോകുമ്പോഴും ശ്രദ്ധിക്കണം, ആമേൻ നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കട്ടെ. അവിടെയാണ് നമ്മൾക്കൊരു വിജയം കിട്ടുന്നത്. കേട്ടോ, പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ആത്മീയ കൂട്ടായ്മ വിട്ട് നിങ്ങൾ മാറിപ്പോകരുത്. ഒരിക്കലും ആത്മീയ കൂട്ടായ്മയ്ക്കകത്ത് നിങ്ങൾ വിഘടിച്ചു പോകരുത്. ആമേൻ. അപ്പോഴാണ് നമ്മൾ പ്രവാചകന്മാരിൽ ശരണപ്പെടുന്നത്. ആമേൻ. അപ്പോഴൊക്കെയാണ് ചിലപ്പോൾ ചില പ്രാർത്ഥന കൂട്ടായ്മകൾ കൊണ്ടുവരുന്നത്. ഇതൊന്നും ആമേൻ ദൈവം അറിയാതെ വരുന്നതല്ല. കേട്ടോ, ഇതെല്ലാം ദൈവം അറിഞ്ഞു വരുന്നത് തന്നെയാണ്. നോക്കിയ 300 വർഷം ജനം പീഡയിൽ കൂടെ, കടുത്ത പീഡയിൽ കൂടെ കടന്നുപോയി. 1-2 അല്ല, 300 വർഷം. അപ്പോൾ പല പ്രായക്കാർ ഇതിനകത്തുണ്ടായിരുന്നു. അവരെല്ലാം ഇതിൽ കൂടെ കടന്നുപോയവരാ. ഇന്നാണ് ഏറിയ 40, 30, 25, 28, 15 ആമേൻ ഒരു 50 വയസ്സൊക്കെ പോകുന്നത് ചുരുക്കോ. ആമേൻ. അന്നത്തെ ആൾക്കാർക്കുള്ള ആ പ്രായമൊന്നുമല്ല, കൂടുതലാ. 100, 110, 200, 250, 600 ആമേൻ 630, 900, 930, 1000 വർഷം വരെ ജീവിച്ചിരുന്ന ആൾക്കാര് അന്നുണ്ടായിരുന്നു. ആമേൻ. ഇന്നെത്ര? മാക്സിമം പോയ ഒരു 45 അല്ലെങ്കിൽ 50. അതിനപ്പുറമൊക്കെ പോകുന്ന ഇത്തിരി കഷ്ടപ്പാടാ. സ്തോത്രം. എന്നാൽ ആ കാലഘട്ടത്തിൽ 930, 1000-ലപ്പുറം വർഷം ജീവിച്ചിരുന്ന ഭക്തന്മാരെ പറ്റി നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കണം, പീഡകൾ വരും, പ്രയാസങ്ങൾ വരും, വേദനകൾ വരും. അപ്പോൾ ഈ ഭക്തന്മാരെ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇബ്താഗിനെ മറന്നു പോകരുത്, ശിംശോനെ മറന്നു പോകരുത്, ദബോരയെ മറന്നു പോകരുത്. ആമേൻ. സ്തോത്രം. അബിമേലെക്കിനെ മറന്നു പോകരുത്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ആമേൻ ഇവിടെ നയിക്കാൻ ഒരു ഇടയനില്ലാതെ മുൻപിലോട്ട് പോകുന്ന ഒരു അവസരമാണ്. പക്ഷേ 2-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെ നമ്മളൊന്ന് വായിച്ചേ. 2-ാമത്തെ അധ്യായം തന്നെയാണ്. 20-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെ ഒന്ന് വായിച്ച വിഷയത്തിനെ.
അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. ഈ ജാതി അവരുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം ലംഘിച്ച് എന്റെ വാക്ക് കേൾക്കാകയാൽ അവരുടെ പിതാക്കന്മാർ അനുസരിച്ച് നടന്ന യഹോവയുടെ വഴിയിൽ ഇവരും അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഇസ്രായേലിനെ പരീക്ഷിക്കേണ്ടി വരും. ഞാനും യോശുവ മരിക്കുമ്പോൾ വിട്ടിട്ട് പോയ ജാതികളിൽ ഒന്നിനെയും ഇനി അവരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയില്ല എന്ന് അവൻ അരുളിച്ചെയ്യുന്നു. അങ്ങനെ യഹോവ ആ ജാതികളെ വേഗത്തിൽ നീക്കിക്കളയാതെയും യോശുവയുടെ കയ്യിൽ ഏൽപ്പിക്കാതെയും വെച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ജനം ബോധിച്ചതുപോലെ ജീവിക്കുക കേട്ടോ, ബോധിച്ചതുപോലെ. അങ്ങനെ ജീവിക്കാൻ പ്രമാണമില്ല. പക്ഷേ ആ സമയത്ത് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. അവിടെ പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും ദൈവം എണീപ്പിച്ചു. സ്തോത്രം. ചില അവസരത്തിലൊക്കെ ദൈവം നമ്മെ എണീപ്പിക്കുന്നില്ലേ? കഴുതയോട് ദൈവം സംസാരിക്കുന്നില്ലേ? അപ്പോൾ ആലയം ഞെട്ടും. ഇന്നലെ വരെ ഇവിടെ മിണ്ടാതിരുന്ന വ്യക്തി ഇന്ന് അന്യഭാഷയിൽ ആരാധിക്കുന്നു. അത് മറ്റൊന്നും അല്ല കേട്ടോ, അതിനകത്ത് ആർക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കൃപയും കൊണ്ട് കർത്താവ് നിൽക്കുക. ആ അവസരത്തിലാണ് ദൈവം 1, 2, 3 തുടങ്ങി ഒത്തിരി പേരെ എണീപ്പിച്ചത്. ആമേൻ. യഹൂദയെ എണീപ്പിച്ചു, ദെബോരയെ എണീപ്പിച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ഗിദെയോനെ എണീപ്പിച്ചു, അബിമേലെക്കിനെ എണീപ്പിച്ചു, ഇബ്താഖിനെ എണീപ്പിച്ചു, ശിംശോനെ എണീപ്പിച്ചു, ദലീലെ എണീപ്പിച്ചു. ഇവരൊന്നും നിസ്സാരക്കാരൊന്നും അല്ല കേട്ടോ. ഇവരൊക്കെ പറ്റി പഠിച്ചു നോക്കണം. ഭയങ്കര ശക്തന്മാരാ. അബിമേലെക്കൊക്കെ പിന്നെ ആരാ? ഭയങ്കരന്മാരല്ലേ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശിംശോൻ ആരാ? കുന്ന് 1 പറഞ്ഞേ, കുന്ന് 2 എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ സകല വ്യക്തികളെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല പെലിസ്ത്യരെയും യെബൂസ്യരെയും ഒക്കെ കൊയ്ത് കൂട്ടിയില്ലേ? 1, 2, 3 എങ്ങനെ? വാളുകൊണ്ടൊന്നുമല്ല, കഴുതയുടെ പച്ചത്താടിയല് കൊണ്ട്. അനേക അത്ഭുതം നടന്ന പുസ്തകമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. വലിയ അത്ഭുതങ്ങൾ നടന്ന പുസ്തകമാണ്. ഭയങ്കര രസമാണ് ഇത് വായിച്ചു വരുമ്പോൾ. ഭയങ്കര രസമാണ്. ദൈവത്തെ പിൻപറ്റിയവനെയും ദൈവത്തെ പിൻപറ്റാത്തവനെയും ദൈവത്തെ പിൻപറ്റിയവൻ തെറ്റിപ്പോയവനെയും കുറിച്ച് ഈ പുസ്തകത്തിനകത്തുണ്ട്. 1, ദൈവത്തെ പിൻപറ്റിയവനെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. ഒരു കഴുതയുടെ പച്ചത്താടിയല് കൊണ്ട് സകലത്തിനെയും കൊന്നുകൂട്ടി. 2, ദൈവത്തെ പിൻപറ്റാത്തവനെ കഷ്ടതയെ കൂടെ കടത്തിവിട്ടു. 3, ദൈവത്തെ പിൻപറ്റിയിട്ട് അവൻ പിന്മാറിപ്പോയവനെ ദൈവം പിന്നെയും പീഡിപ്പിക്കുവാനിടയായി. സ്തോത്രം. അങ്ങനെ 3 തലത്തിൽ കൂടെ ഈ പുസ്തകത്തിൽ രസകരമായ കഥകൾ പോലെ നമുക്ക് പഠിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. ആമേൻ. ആരുമില്ലെങ്കിലും ദൈവം ചിലർക്കൊക്കെ ദൈവം നിർത്തും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചില അവസരത്തിൽ ആരും പ്രാർത്ഥിക്കാൻ പോലും കാണത്തില്ല കേട്ടോ. അവിടെ എല്ലാം ആമേൻ ദൈവം നമ്മോട് സംസാരിക്കും. ആമേൻ. അതാണ് ഇന്നത്തെ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടത്. ആമേൻ. ന്യായാധിപൻ ന്യായപാലനം ചെയ്യാൻ ആൾക്കാരെ, രാജാക്കന്മാരെ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ആമേൻ ശമൂവേൽ പ്രവാചകനെ ദൈവം എണീപ്പിച്ചു. നോക്കിക്കേ, ഏലി പുരോഹിതനെ ദൈവം എണീപ്പിച്ചു. ആമേൻ. അങ്ങനെ തുടങ്ങിയ ആമേൻ അഭിഷക്തന്മാരെ പുസ്തകങ്ങൾക്കകത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിന് ആമേൻ വലിയ അത്ഭുതങ്ങളിലേക്ക് നടത്താൻ കഴിയും. നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ വരുമോ അത്രത്തോളം നമ്മൾ അറിയാതെ കൃപകളും കൃപാവരങ്ങളും പുഞ്ചിരിയോടെ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നേരത്തെ വചനം സംസാരിച്ചപ്പോൾ പ്രിയ ദാസി പറഞ്ഞതുപോലെ എത്രത്തോളം ദൈവത്തെ നമ്മൾ അടുക്കുമോ അത്രത്തോളം ശത്രുക്കളുടെ എണ്ണം കൂടും. എത്രത്തോളം നമ്മൾ ദൈവത്തെ പിൻപറ്റുമോ അത്രത്തോളം ഇരിക്കുന്നവർ ശത്രുക്കളാകും. എത്രത്തോളം നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കാൻ ഇറങ്ങുമോ ബന്ധുജനം മുഴുവനും നമുക്കെതിരായി തീരും. പ്രൈസ് ദി ലോർഡ്. എത്രത്തോളം നമ്മൾ മുമ്പിലോട്ട് വരുമോ അത്രത്തോളം ബാക്കിലോട്ട് വലിക്കും. ഇതെല്ലാം ഈ ആത്മീയത്തിനകത്തുള്ള പോരാട്ടങ്ങളാ. സ്തോത്രം. ആമേൻ. നമുക്ക് ചോദിക്കാം, 2 കപ്പലുണ്ടായിരുന്ന പൗലൂസ് എന്ത് പറയണമെന്നറിയാമോ? ഇതൊന്നും എനിക്കില്ല, ഇപ്പോൾ ഉള്ളത് ഒരു പുതപ്പ് മാത്രം. എന്താ ഉള്ളത്? ഒരു പുതപ്പ് മാത്രമാണ് എനിക്കിപ്പോൾ ബാക്കിയുള്ളത്. ബാക്കി ഒന്നും എനിക്കില്ല, എല്ലാം പോയി ചപ്പും ചവറവും എണ്ണി. പക്ഷെ ഇപ്പോൾ എനിക്കുള്ളത് ഒരു പുതപ്പ് മാത്രമാണ് എൻ്റെ ശരീരത്തിലുള്ളത്. മറ്റൊന്നും എനിക്കില്ല. ഞാൻ പഠിച്ച പാണ്ഡിത്യം എനിക്കില്ല. ഞാൻ ആമേൻ തരണം ചെയ്ത് വന്ന, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പഠിച്ചു വന്നതോ എൻ്റെ പാരമ്പര്യ സ്വത്തുക്കളോ ഒന്നുമില്ല. അതെല്ലാം അസ്തമിക്കപ്പെട്ടു. ഇപ്പോൾ ഉണ്ടെന്ന് പറയാൻ ഒരു പുതപ്പ് മാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഇങ്ങനെയാണ് കൃപാവരങ്ങളിൽ കൂടുന്ന ഭക്തന്മാർ കൃപാവരം കൊണ്ട് നിറച്ച് വരുമ്പോൾ ലാസ്റ്റ് അദ്ദേഹവും ഒരു പുതപ്പും കാണും. പ്രൈസ് ദി ലോർഡ്. അത് നോക്കി മാത്രം യാത്ര ചെയ്യണം. അതാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ ബലം നിനക്ക് മതി, പിന്നെ എന്തിനാ കൂടുതൽ എന്ന് പറയത്തക്ക തലത്തിൽ സ്വർഗത്തിലെ ദൈവം ആ സമയത്ത് തൻ്റെ ഭക്തന്റെ മുമ്പിൽ ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മളെക്കാളും ആരോഗ്യമുള്ളവർ, നമ്മളെക്കാൾ സൗന്ദര്യമുള്ളവർ, നമ്മേക്കാൾ വിദ്യാഭ്യാസമുള്ളവർ, നമ്മേക്കാൾ വാചാതുര്യമുള്ളവർ എത്രയോ പേർ നമ്മൾ ചുറ്റുപാടുമുണ്ട് അല്ലേ? എത്രയോ മണിക്കൂറുകൾ ഒരേ കണക്കിരിക്കാൻ കഴിവുള്ളവരും ആരോഗ്യമുള്ളവരും ഉണ്ട്. ആമേൻ. അപ്പോഴാണ് നമ്മൾ രാപ്പകൽ പണി ചെയ്ത് കർത്താവിന്റെ വചനം പഠിക്കാനിരിക്കുന്നത്. ഈ സ്വർഗം കാണത്തില്ലേ? സ്വർഗം ഉറപ്പായിട്ടും കാണും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇത് ഉറ്റുനോക്കുന്ന നിമിഷങ്ങളാ കേട്ടോ. നിങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, എല്ലാം മാറ്റിവെച്ചിട്ട് ആമേൻ ദൈവത്തിലിരിക്കുന്നില്ലേ? ഇതിനെല്ലാത്തിനും കണക്കുണ്ടെന്നേ കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോ സ്ഥിതിവിവര കണക്കുകൾ നമ്മൾ അവിടെ തീർന്നിരിക്കുകയാണ്. അടുത്ത് നമുക്ക് സെൻട്രൽ ഹെഡിങ് എഴുതേണ്ടത് ന്യായാധിപന്മാരുടെ പുസ്തക പശ്ചാത്തലം. പുസ്തക പശ്ചാത്തലം. എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1. ഏലി പുരോഹിതന്റെയും ശമൂവേലിന്റെയും കാലത്ത് ശമൂവേലിൽ നിന്ന് നിയമപ്പെട്ടകം മാറ്റുന്നതിന് ശേഷമുള്ള കാലത്തിൽ എഴുതപ്പെട്ടത്. ശേഷമുള്ള കാലത്തിൽ അത് എഴുതപ്പെട്ടു. ബ്രാക്കറ്റിൽ 18-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം, 20-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം, 1 ശമൂവേലിന്റെ പുസ്തകം 4:3 മുതൽ 11 വരെ. രണ്ട്, ആ കാലത്ത് ഇസ്രായേൽ രാജാവായിരുന്നു എന്ന് ആവർത്തിച്ച് കാണുന്നു. 17-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, 18-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, 19-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, 21-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. ഈ പുസ്തകം എഴുതപ്പെട്ട കാലത്തിന് മുമ്പ് രാജവാഴ്ച നിലവിലില്ലായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. മൂന്ന്, യെരൂശലേം അപ്പോഴും അടക്കിയിരുന്നില്ല.
യെരൂശലേം അപ്പോഴും പിടിച്ചടക്കിയിരുന്നില്ല. 1-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. രണ്ട് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 7. ശൗൽ രാജാവ് വാഴ്ച തുടങ്ങിയതിന് ശേഷം BC 1050 ദാവീദ് രാജാവ് യെരൂശലേം പിടിച്ചതിന് മുൻപും BC 1000 ആണ് ഈ പുസ്തകം എഴുതി പൂർത്തീകരിക്കപ്പെട്ടത് എന്നും മനസ്സിലാക്കാം. ന്യായാധിപന്മാരുടെ കാലഘട്ടം ഏകദേശം BC 1375. ചരിത്രമാണ്. ന്യായാധിപന്മാരുടെ കാലഘട്ടം ഏകദേശം BC 1375 BC 1050 വരെയാണ്. ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഒരു ഐക്യ കൂട്ടായ്മയായിരുന്നു. രണ്ടാമത്തെ അധ്യായത്തിന് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 28, 25, 33, 48. ആവർത്തനം 28, 25, 33, 48. ഈ പ്രവചനത്തിൻ്റെ ചരിത്രപരമായ യഥാർത്ഥം ന്യായാധിപന്മാരുടെ പുസ്തകം വെളിപ്പെടുത്തുന്നു. ആ വേദാംശം ഒന്ന് വായിക്കാമോ? ഒരാളിന് 28-ാമത്തെ അധ്യായത്തിന് 25-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ആവർത്തന പുസ്തകം. വായിക്കൂ പെട്ടെന്ന് എടുത്തവർ വായിക്കൂ. വായിച്ചോളൂ, പെട്ടെന്നാവട്ടെ. ശത്രുക്കളുടെ മുൻപിൽ യഹോവ നിന്നെ തോൽക്കുമാറാക്കും.
നീ ഒരു വഴിയായി അവരുടെ നേരെ ചെല്ലും. 7 വഴിയായി അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. നീ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഒരു ബാധയായി തീരും. ഒന്നുകൂടെ വാക്യം വായിച്ച അഭിഷത്തെ. ശത്രുക്കളുടെ മുൻപിൽ യഹോവ നിന്നെ തോൽക്കുമാറാക്കും. നീ ഒരു വഴിയായി അവരുടെ നേരെ ചെല്ലും. 7 വഴിയായി അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. നീ ഭൂമിയിലെ സകല രാജ്യവും ഒരു ബാധയായി തീരും. അടുത്ത് അതിന് 33-ാമത്തെ വാക്യവും 48-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. നിന്റെ കൃഷിഫലവും നിന്റെ അധ്വാനമൊക്കെയും നീ അറിയാത്ത ജാതിക്കാർ അനുഭവിക്കും. നീ എല്ലാ നാളും ബാധിതനും പീഡിതനുമാകും. നിന്റെ കണ്ണാലെ കാണുന്ന കാഴ്ചയാൽ നിനക്ക് ഭ്രാന്ത് പിടിക്കും. സൗഖ്യമാകാത്ത പരുക്കളാൽ യഹോവ നിന്നെ ഉള്ളം കാൽ തുടങ്ങി നെറുക വരെ ബാധിക്കും. യഹോവ നിന്നെയും നിന്റെ മേലാക്കിയ രാജാവിനെയും നീയാകട്ടെ നിന്റെ പിതാക്കന്മാരാകട്ടെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജാതിയുടെ അടുക്കൽ കൊണ്ടു പോകുമാറാക്കും. അവിടെ നീ മരവും കല്ലുമായ അന്യദൈവങ്ങളെ സേവിക്കും. യഹോവ നിന്നെ കൊണ്ടുപോകുന്ന സകല ജാതികളുടെയും ഇടയിൽ നീ സ്തംഭനത്തിനും പഴഞ്ചൊല്ലിനും പരിഹാസത്തിനും വിഷയമായി തീരും. നീ വളരെ വിത്ത് നിലത്തിലേക്ക് കൊണ്ടുപോകും. 48-ാമത്തെ വാക്യം. യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. നിന്നെ നശിപ്പിക്കും വരെ അവൻ നിന്റെ കഴുത്തിൽ ഒരു ഇരുമ്പ് നുകം വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഈ 3 വാക്യങ്ങളും ആമേൻ വ്യത്യസ്തമായ തലത്തിൽ കൂടെയാണ് ഇതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇത് 3 നിന്ന് ചിന്തിക്കാൻ കുറേ സമയത്ത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വചനമാണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ ആമേൻ 33-ാമത്തെ വാക്യം, നിന്റെ കൃഷിഫലവും നിന്റെ അധ്വാനമൊക്കെയും നീ അറിയാത്ത ജാതിക്കാർ അനുഭവിക്കും. സ്തോത്രം. നീ എല്ലാ നാളും ആമേൻ ബാധിതനും പീഡകനും ആകും. പ്രൈസ് ദി ലോർഡ്. ഇത് ജനത്തിന് കൊടുക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ഇതുവരെ അനുഭവിച്ച നന്മ രാജാവില്ലാതായിരുന്നപ്പോൾ അവർ ബോധിച്ചതുപോലെ നടന്നു. ആ നടന്നപ്പോൾ ദൈവം കൊടുക്കുന്ന ഒരു ശിക്ഷയാണ്. സ്തോത്രം. ദൈവപൈതലെ, എല്ലായ്പ്പോഴും നമുക്ക് ഉരുള ഉരുട്ടി കഴിക്കാം എന്നല്ല ദൈവം പറഞ്ഞത്. അന്നന്ന് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതി എന്ന് വയ്പ്പീൻ. സ്തോത്രം. എന്നാൽ ദൈവം നമ്മെ ഒരിക്കലും കൈവിടത്തില്ല. വിശപ്പിന് ആഹാരവും ദാഹത്തിന് വെള്ളവും നഗ്നത മറയ്ക്കാൻ തുണിയും ഒക്കെ ദൈവം നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതിലും നമ്മൾ എന്ത് ചെയ്യണം? വളരെ താഴ്മ ധരിക്കണമെന്നാണ് നമ്മെ പലപ്പോഴും വചനം പഠിപ്പിക്കും. 28-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ പകുതിക്ക് ശേഷം വരുന്നതെല്ലാം ആമേൻ ജനത്തിന് സന്ദർശിക്കുന്ന ഒരു സന്ദർശനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആമേൻ. അതൊരു പഠനമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവജനം അറിഞ്ഞിരിക്കേണ്ട ചില ദൂതുകൾ അതിനകത്തുണ്ട്. അപ്പോൾ തന്നെ ആമേൻ അതിൻ്റെ 25-ാമത്തെ വാക്യം നമ്മൾ പഠിച്ചത്, ശത്രുക്കളുടെ മുൻപിൽ യഹോവ നിന്നെ എന്ത് ചെയ്യുന്നു? തോൽക്കുമാറാക്കും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ അവിടെയൊക്കെ ജയിച്ചതാ, പിന്നെ എന്താ തോക്കുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ ബോധിച്ചതുപോലെ നടന്നതുകൊണ്ട് അവരെ ശത്രുക്കളുടെ മുൻപാകെ എന്ത് ചെയ്യുന്നു? തോൽക്കുമാറാക്കുന്നു. സ്തോത്രം. ഇല്ലേ? ശിംശോൻ തോറ്റുപോയില്ലേ? ശരിയല്ലേ? ശിംശോനെ ചക്കിലിട്ട് എണ്ണ കാച്ചി അരച്ച് എടുത്തില്ലേ? രണ്ടവൻ്റെ കണ്ണെ കുത്തിപ്പൊട്ടിച്ചില്ലേ? അല്ലേ? അവനവിടെ എല്ലാം തോറ്റുപോയില്ലേ? പക്ഷെ ദൈവം അവനെ കൈവിട്ടില്ല. അവൻ പറഞ്ഞു, കർത്താവെ ഒരിക്കലെത്തേക്ക് നീ എന്ത് ചെയ്യണം? എന്നോട് ക്ഷമിക്കണം. അത് പഴയ നിയമത്തിലെ ദൈവമാണ്. പുതിയ നിയമത്തിൽ അങ്ങനെ ഇല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിൽ ഒരിക്കലായി തന്നെ ആത്മാവ് വരും, അത് പോയാൽ ഒരിക്കലായി തന്നെ തിരിച്ചു പോകും. അതിനെ പിടിച്ചു നിർത്താനൊന്നും ആർക്കും പറ്റില്ല, ഒരു പ്രവാചകനും പറ്റത്തില്ല. അങ്ങനെ ഒരു നിയമമേ പുസ്തകത്തിനകത്ത് പുതിയ നിയമത്തിലില്ല.
പഴയ നിയമത്തിൽ പാപം ചെയ്യുമ്പോൾ കർത്താവെ നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ പിന്നെയും പിന്നെയും വരും ആത്മാവ്. വന്നും പോയി നിൽക്കുന്ന ആത്മാവ് അല്ല പുതിയ നിയമത്തിലുള്ളത്. ശ്രദ്ധിക്കണം, നമ്മൾ പുതിയ നിയമ വിശ്വാസികളാ. ആമേൻ. അങ്ങനെയെങ്കിൽ കർത്താവിന് രക്തം കൊടുത്ത് മറുബലയായി തൻ്റെ സകല ആമേൻ ഊർജവും കൊടുത്ത് ജനത്തെ നേടി ആമേൻ നമ്മെ നിർത്തിയിരിക്കുമ്പോൾ പിന്നെയും നമുക്ക് പഴയ നിയമത്തിലെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പുതിയ നിയമത്തിൽ വിശ്വാസി ജീവിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന ന്യായപ്രമാണത്തിന് കീഴിൽ ഉള്ളവരല്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോ കൃപായുഗത്തിനകത്താ നിൽക്കുന്നേ. അതാ പറഞ്ഞ കൃപ പെരുകുന്തോറും പിന്നെ പാപവും പെരുകുന്നു. പ്രൈസ് ദി ലോർഡ്. എത്രത്തോളം നമ്മെ വിശാലമാക്കുമോ അത്രത്തോളം പാപം പെരുകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മെ ദൈവം ഉയർത്താൻ ശക്തനാണ്, ദൈവം നമ്മെ വളർത്താൻ ശക്തനാണ്. നമ്മൾ കർത്താവിന് മുമ്പിൽ താണൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി, ദൈവം നമ്മെ ഉയർത്തും ഉറപ്പായിട്ടും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും തീരുന്നതല്ല ഇത്. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് കോടാനുകോടി യുഗമാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ ഭൂപരപ്പിലും തീരുന്നതൊന്നും അല്ല ജീവിതം. നാം പട്ടുപോകുന്ന ഇവിടെ ആമേൻ ഏറിയ 30 ഇല്ലെങ്കിൽ ആമേൻ ഏറിയാൽ 70 ഇല്ലെങ്കിൽ 80 അങ്ങനെയൊന്നും അല്ല. അതൊന്നും തീരുന്നതല്ല ജീവിതം. പിന്നെ അതിനപ്പുറത്തും ഒരു ജീവിതമുണ്ട് കേട്ടോ. കോടാനുകോടി യുഗം കർത്താവിനോട് കൂടെ വാഴുന്നത്. നിങ്ങൾ കാണാറുണ്ടോ? സ്വപ്നമോ കാണാറുണ്ടോ? നിങ്ങളൊന്ന് സ്വപ്നമോ കാണണം കേട്ടോ. കർത്താവിനോട് ചോദിക്കണം, കർത്താവ് നിത്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് കാണിച്ചു തരണമെന്ന്. ഭയങ്കരമാണ് കേട്ടോ. അതൊക്കെ ഒന്ന് കാണണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ഒന്ന് കാണണം. കണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ മുമ്പിലോട്ട് യാത്ര ചെയ്യേണ്ടത്. ആമേൻ. നമ്മൾ കണ്ട് യാത്ര ചെയ്യുമ്പോൾ ആമേൻ ഈ ലോകത്തിലെ വാസം മതി കർത്താവ് എന്ന് പറയുന്ന നാഴിക അടുത്തു വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കൃപ എത്രത്തോളം പെരുകുമോ അതിനപ്പുറം അതിൻ്റെ 10 മടങ്ങ് പാപം കൂടെ പെരുകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആമേൻ കർത്താവ് നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്, എല്ലാ സൗകര്യം തന്നിട്ടുണ്ട്. അതിനകത്ത് തന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് മുൻപിലോട്ട് പോകാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അതിനപ്പുറം തരാൻ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്തത് നമ്മൾ ഈ പുസ്തകത്തിൽ അടുത്ത് പഠിക്കാൻ പോകുന്നത് ആമേൻ ഈ പുസ്തകത്തിന്റെ ഉദ്ദേശമാണ് പഠിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചരിത്രപരമായി യോശുവയുടെ മരണം മുതൽ ശമൂവേലിന്റെ കാലം വരെയുള്ള വാഴ്ത്തത്ത നാട്ടിലെ ശമൂവേലിന്റെ കാലം വരെയുള്ള വാഴ്ത്തത്ത നാട്ടിലെ ഇസ്രായേലിന്റെ പ്രധാന ചരിത്ര രേഖയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. ഇസ്രായേലിന്റെ പ്രധാന ചരിത്ര രേഖയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. ദൈവം ശാസ്ത്രീയപരമായി വാഴ്ത്തത്ത ദേശത്തെ സ്വന്തമായി അല്ലെങ്കിൽ സ്വൈര്യമായി താമസത്തിന് ശേഷം ഇസ്രായേലിന്റെ ആത്മീകവും ധാർമ്മികവുമായ അധപ്പതനത്തെക്കുറിച്ച് ഇസ്രായേൽ എല്ലായ്പ്പോഴും ദൈവിക നിയമം
മറന്ന് വിഗ്രഹ ആരാധനയിലും അതിക്രമത്തിലും വീണുപോയ വീണുപോയപ്പോഴെല്ലാം ഉണ്ടായ പ്രത്യേക വെളിപ്പാടുമായി ആ കാലഘട്ടത്തിൽ പ്രവാചകന്മാരെയും പ്രവാചകിമാരെയും ദൈവം എണീപ്പിച്ചിരുന്നു. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു ദൈവദാസനോ ഒരു ദൈവദാസിയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞോ അറിവായ സമയത്ത് എനിക്കിത് തെറ്റാണ് എന്ന് ബോധ്യം വരുന്ന സമയത്ത് എപ്പോഴും പറയരുതേ, നീതിമാൻ 7 പ്രാവശ്യം വീണാൽ നിലം പരിചയാകത്തില്ല, ദൈവം പിന്നെ എണീപ്പിക്കും, പിന്നെയും എണീപ്പിക്കും എന്ന് പറഞ്ഞ് പിന്നെയും പോവരുതേ. ദൈവം ഒരിക്കലായി പറഞ്ഞ അരുളി ചെയ്ത വാക്കാണ്, നീതിമാന്മാർ 7 പ്രാവശ്യം വീണാലും നിലം പരിചയാകയില്ല. ഇതെല്ലാം ഇപ്പോഴും നമ്മൾ പറയണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ഈ ഭൂമി ജീവിച്ചിരിക്കോ? ആരെങ്കിലും എത്രയോ പ്രാവശ്യം നമ്മൾ വീണുപോയി? 100 കണക്കിന് പ്രാവശ്യം വീണുപോയില്ലേ? അപ്പോൾ നിങ്ങൾ പറയോ? ആരെങ്കിലും കൈ ഉയർത്തി പറയാൻ പറ്റുമോ ഇല്ല ഞാൻ വീണുപോയില്ല എന്ന്? ആദ്യം വീണുപോയത് എങ്ങനെയെന്നറിയാമോ? ദശാംശത്തിലാ, ഫസ്റ്റിലത്തെ വീഴ്ച. ദൈവത്തിന് കൊടുക്കേണ്ട എല്ലായിടത്തും പുട്ടടിച്ചു, സകലവും. അതാണ് ആദ്യത്തെ വീഴ്ച. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി നോക്കിക്കഴിഞ്ഞാൽ സകലത്തിൽ വീണുപോയി. ഒന്നിൽ പിഴച്ചാൽ എല്ലാത്തിലും പിഴയ്ക്കുന്നത് പോലെ ആദ്യം ദൈവത്തിന് കൊടുക്കേണ്ടത്. ഇന്ന് രാത്രി തീരുമാനം എടുക്കണം കേട്ടോ. കർത്താവ് നമുക്ക് തരുന്നത് ആരോഗ്യവും ബലവും ശക്തിയും എല്ലാം ദൈവം തരുമ്പോ ആമേൻ. നിങ്ങളെ നോട്ടം കണ്ടപ്പോൾ നിങ്ങളെല്ലാം എനിക്ക് കൊണ്ട് തരണമെന്നാണ്. നിങ്ങളൊന്ന് മസിൽ വിട്. നിങ്ങൾ നോട്ടം കണ്ടപ്പോൾ നിങ്ങളെല്ലാം എനിക്ക് കൊണ്ട് സഭ വയ്ക്കണമെന്ന് പോലെയാണ്. നിങ്ങളുടെ സഭയെ കൊണ്ടുവയ്ക്കുക, എന്റെ സഭയിൽ നിങ്ങൾ ആരും വരുന്നവരല്ല. ആമേ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റൂ. നിങ്ങളെ നോട്ടം കണ്ടപ്പോൾ നിങ്ങൾ ഇപ്പൊ എന്നെ തിന്നോന്ന് പറഞ്ഞു. ഞായറാഴ്ച കാണിച്ചതിനെ പാസ് ചെയ്ത് പറയും പോലെയാണ് നിങ്ങൾ നോക്കുന്നത്. ആദ്യത്തെ വീഴ്ച ദശാംശത്തിൽ വീണുപോയി. കിട്ടുന്നതെല്ലാം മാച്ച് വെച്ചിട്ട് തിന്ന് ലാസ്റ്റ് ഇതാ കിടക്കണം. പഴയ ആൾക്കാർ എലമഴി തുമുക്ക എന്ന് പറയുമ്പോൾ ഇതാ കിടക്കണം. ആ കോട്ടയും വെള്ളവും എല്ലാം ഇതാ ഇവിടെ ഒത്തോനെ വീണു. എന്നാൽ ദൈവത്തിന് കൊടുക്കേണ്ടത് ആമേൻ. ഭർത്താവ് ഇത്തിരി ദൂരത്ത് തലവുള്ള ആളാണെങ്കിൽ ഭാര്യ അത് ക്രമീകരിക്കണം. കാരണം ഇപ്പം അമ്മയുടെ കയ്യിൽ നിന്ന് വിട്ടു, ഇപ്പോൾ ഭാര്യയാണ് നോക്കുന്നത്. ഭർത്താവ് ദൂരത്താണെങ്കിൽ ജോലി ചേട്ടാ ഇന്നത്ര ശമ്പളം കിട്ടി 1500 രൂപ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, 150 രൂപ ഇങ്ങോട്ട് തന്നേ എന്ന് പറഞ്ഞ് മാറ്റി ഒരു പോണിക്ക് ഡപ്പയ്ക്കകത്തിടണം. എന്നിട്ട് അതിൽ നിന്ന് ആ 150 രൂപ പോയിട്ട് അതിൽ നിന്ന് ബാക്കിയുള്ളതിന് 1350 ഇങ്ങോട്ട് തന്നേ, 150 രൂപ. അപ്പൊ എത്രയായി? 300 രൂപ. അത് വാങ്ങിക്കാൻ നിങ്ങൾ പഠിക്കണം. അടുത്ത ഡപ്പയിൽ 3 പോണിക്കകത്ത് 50 വെച്ചിടണം. അതെന്തെന്ന് നിങ്ങൾ ചോദിക്കേ. പാസ്റ്റർ എന്തിനാ ചോദിക്കേ? പറയാനാ? അത് ചോദിക്കത്തില്ല, ആരും ചോദിക്കില്ല. അതുകൂടെ എടുത്തു തിന്നും. അതെ, ഏതെങ്കിലും പാസ്റ്റർമാർ ഓടി വരുമ്പോഴേ വീട്ടില് ഹലോ ഏതെങ്കിലും പാസ്റ്റർമാർ വരുമ്പോഴേ വിശന്ന് വലഞ്ഞ് കാലിടാൻ ചെരുപ്പുമില്ല, അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ അതിൽ നിന്ന് ഒരു പോണി ഡപ്പയെ കൊണ്ടിരുന്ന ഒരു 50 രൂപ എടുത്ത് ആ പാസ്റ്റർ കൊടുക്കുക. 5 ലക്ഷം നിങ്ങൾ 5 ലക്ഷത്തിന്റെ അനുഗ്രഹം അനുഗ്രഹിച്ചിട്ട് പോകും. അതെവിടെ പാട്ടാ? പാസ്റ്റർ ഇവിടെ ഒരിടത്തും വെക്കാൻ പറ്റില്ല.
അത് എന്തിനു പറയാം ശ്രോത്രം. അത് അദ്ദേഹം 2 ദിവസം പണിയില്ലെങ്കിൽ ആ പാട്ടെല്ലാം കുത്തിപ്പൊളിക്കും. എടുക്കരുത്. ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വെച്ചിരുന്ന ഫോണിൽ നിങ്ങൾ പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. ശ്രോത്രം, എടുക്കരുത്. ദൈവത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുന്നത്, നമ്മൾ എടുത്താൽ 100 രൂപ അതിൽ നിന്ന് എടുത്താൽ പലിശയും അതിൻ്റെ പലിശയും കൂട്ടുപലിശയും കൂടെ ചേർത്ത് അതിൽ വയ്ക്കണം. ആദ്യത്തെ വീഴ്ച അവിടെയാണ്. ഒരിക്കലും ഒരു ദൈവാസനം കൊണ്ട് വീട്ടിൽ വരുമ്പോൾ 1 രൂപ പോലും കൊടുക്കാതെ, ഒരു കാണിക്ക് കൊടുക്കാതെ നിങ്ങൾ പുള്ളി അവിടെ നയിക്കരുത്. ഒരിക്കലും നിങ്ങൾ ചെയ്യില്ല. ആരാവട്ടെ, ഒരു വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 1 രൂപയെങ്കിലും എടുത്ത് കയ്യിൽ കൊടുത്ത് പാസ്റ്ററെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ കണ്ണിൽ വരുന്ന വെട്ടം നിങ്ങൾ നോക്കിക്കേ. ചിലപ്പോൾ അതിനു വേണ്ടി ആയിരിക്കും ദൈവം ആ വീട്ടിലേക്ക് അയച്ചത്. ഏലിയാവിനെ അയച്ചില്ലേ? ഇതുപോലെ. സ്തോത്രം. നിങ്ങളെല്ലാം പഠിക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും പഠിക്കണം. നിങ്ങൾ അറിവുള്ള, എന്നെക്കാളും അറിവുള്ളവരാ നിങ്ങളെല്ലാവരും. എന്നെക്കാളും വിദ്യാഭ്യാസമുള്ളവരാ നിങ്ങളെല്ലാവരും. നിങ്ങളെല്ലാം ലോകപരിചയമുള്ളവരാ. നിങ്ങളെല്ലാം ശക്തന്മാരാ, കരുത്തന്മാരാ. സ്തോത്രം. ആമേൻ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്നൊരു ദൈവം ഉണ്ടെന്നേ, ഉറപ്പായിട്ടും നമ്മെ മാനിക്കുന്നൊരു സ്വർഗമുണ്ട്. അപ്പൊ ആദ്യത്തെ വീഴ്ച അവിടെയാ വീഴ്ച. പിന്നെ ഇങ്ങോട്ട് വരുംതോറും ജനം വീണു തുടങ്ങി. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിന് വേണ്ടി കരുതാനാ. ആ ഭാഗം അവിടെ വിടുകയാണ്. 2ാമത്തെ ഭാഗത്തിലേക്ക്, ആമേൻ, അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരുന്നു. ആദ്യം നമ്മൾ പഠിച്ചു, ആമേൻ, വാഴ്ത്തുന്ന നാട്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. 2 പുസ്തക പശ്ചാത്തലം പഠിച്ചു. 3 സ്ഥിതിപര കണക്കുകൾ പഠിച്ചു. ആമേൻ. 4 ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ പശ്ചാത്തലം പഠിച്ചു. 5 ഉപദേശം പഠിച്ചു. 6 പുസ്തക അവലോകനം. സ്തോത്രം. പുസ്തക അവലോകനം രക്തം ചുരുക്കമായി നമുക്ക് കുറച്ച് പഠിക്കാം. സെൻട്രൽ ഹെഡിങ്: ന്യായാധിപന്മാരുടെ പുസ്തകം അടിസ്ഥാനപരമായി 3 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ ഭാഗം, 1 ചെറിയ ഒരു കുഞ്ഞ് നല്ല വൃത്തിക്ക് ഒരു റൗണ്ട് ഇടണേ. 1 ഭാഗം, 1 അധ്യായം, അതിൻ്റെ 1 മുതൽ ചില വാക്യങ്ങളും 3 അധ്യായത്തിൻ്റെ 6 വാക്യവും. കനാൻ ദേശം പൂർണ്ണമായും ജയിച്ചടക്കാനുള്ള അധികാരം ജനത്തിന് ലഭിച്ചു എങ്കിലും വലിയ പരാജയം യോശുവയുടെ മരണശേഷം ഉണ്ടായി എന്നും വേദപുസ്തകം പറയുന്നു. 2 ഒരു കുഞ്ഞു റൗണ്ട് ഇട്ടോ. 2 ഭാഗം 3 അധ്യായത്തിന്റെ 7 വാക്യം മുതൽ ചില വാക്യങ്ങളും 16 അധ്യായത്തിന്റെ 31 വാക്യവും. പുസ്തകത്തിന്റെ പ്രധാന ഭാഗം വഹിക്കുന്നു
ന്യായാധിപന്മാരുടെ കാലത്തു തുടർച്ചയായി ഇസ്രായേലിനുണ്ടായ 6 സംഭവങ്ങളെ ഇസ്രായേലിനുണ്ടായ 6 സംഭവങ്ങളുടെ ആ ക്രമീകരണങ്ങൾ അടിമത്വം, നിരാശയാലുള്ള ദൈവത്തോടുള്ള നിലവിളി, ദൈവാത്മാവിനാൽ അഭിഷക്തരായ ന്യായാധിപന്മാരിൽ നല്ലവണ്ണം അറിയപ്പെട്ടവർ. 1 ദെബോര, 2 ഗിദെയോൻ, 3 ഇബ്താഗ്, 4 ശിംശോൻ. എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വേദാംശം. എന്നിവരാണ് ഭാഗം 3. ഭാഗം 3 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ ചില വേദാംശങ്ങളും 21-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വേദാംശവും. ഇസ്രായേലിന്റെ ആത്മീക പിന്മാറ്റത്തിന്റെ ഫലമായിട്ടുണ്ടായ ധാർമ്മികവും സാമൂഹികവുമായ അധഃപതനത്തിന്റെ ആഴം വിവരിക്കുന്നു. ഒന്നുകൂടി പറയണം. ഒന്നുകൂടെ പറയണം. ഇസ്രായേലിന്റെ ആത്മീക പിന്മാറ്റത്തിന്റെ ഫലമായിട്ടുണ്ടായ ധാർമ്മികവും സാമൂഹികവുമായ അധഃപതനത്തിന്റെ ആഴം വിവരിക്കുന്ന സംഭവ കഥകളുടെ കൂടെ അവസാനിക്കുന്നു. എന്ന് ഈ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഈ 3 ഭാഗങ്ങൾക്കകത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഈ ജനം ദൈവത്തെ അറിയുന്നു എങ്കിലും
ഇവര് വിഗ്രഹ ആരാധനകളും ധാർമ്മികവും പൈശാചികവുമായ ചില നിലയിൽ കൂടെയൊക്കെ അവർ കടന്നുപോയി. എളുപ്പത്തിൽ ചില ഗൂഢ വഴിയിൽ കൂടെയൊക്കെ അവർ സഞ്ചരിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിക്കുമ്പോൾ ചോദിച്ചു, എന്താ ദേവദാസനെ ഇത്രയും നിങ്ങൾ ബാക്കിലോട്ട് പോകുന്നേ? അയ്യോ ദേവദാസന് അത് എൻ്റെ കുഴപ്പമല്ല, എന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി അവർ സ്നാനപ്പെടുത്തിയതാ. സന്തോഷം. അതോ ഇങ്ങനെ ആയിപ്പോയത്. അങ്ങനെ കല്യാണം കഴിപ്പിക്കാൻ സ്നാനപ്പെട്ടവരൊന്നും മുമ്പിലോട്ടൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല. രക്ഷ, മാനസാന്തരം തുടങ്ങിയതെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്, ഒരു മനുഷ്യൻ അടിച്ചേൽപ്പിക്കുന്നതല്ല. അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, നിന്റെ പടകിൽ കാറ്റടിക്കുന്നില്ലെങ്കിൽ, നിന്റെ പടകിൽ പ്രയാസമില്ലെങ്കിൽ, നിന്റെ പടകിൽ യേശുവില്ല. നിന്റെ പടകിൽ കഷ്ടതയുണ്ടെങ്കിൽ, നിന്റെ ജീവിതയാത്രയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നിന്റെ ഉയർച്ചയുടെ പിന്നിൽ ഒരു പ്രതികൂലമുണ്ടെങ്കിൽ, വചനം പറയുന്നു ആ പടകിൽ യേശുവുണ്ട്. വിശ്വാസപ്രമാണം നമ്മെ അത് പഠിപ്പിക്കുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ കേവലം ഒരു മനുഷ്യൻ പുഷ് ചെയ്തുകൊണ്ടല്ല നമ്മൾ ദൈവത്തെ അറിഞ്ഞത്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിന്ന് തീരുമാനമെടുക്കണം, ഇല്ല ദൈവമേ, അങ്ങനെയെങ്കിലും ഞാൻ അറിഞ്ഞല്ലോ, എന്നെ ദൈവം നിർത്തിയതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പലപ്പോഴും നമ്മെ അങ്ങനെ നിർത്തുന്നതാ. കാരണം ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവം ഇതിലെ കേവലം ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയോ കേവലം ഒരു ആവശ്യത്തിന് വേണ്ടിയോ ഒന്നുമല്ല നമ്മൾ ദൈവത്തെ അറിഞ്ഞത്. നമ്മൾ കർത്താവിനെ അറിഞ്ഞത് കർത്താവിൻ്റെ വലിയ മഹത്വത്തിന് വേണ്ടിയാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ ജനം, ആമേൻ, ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ ജനം എന്തുകൊണ്ടെന്നറിയാം പിന്മാറിപ്പോയത്? ഇവരെ ദൈവത്തെ വേണ്ടും വണ്ണം ആരാധിക്കാത്തത് കൊണ്ടാണ്. അവരെന്തൊക്കെയോ അവരുടെ ജീവിതത്തിൽ ദൈവം, ആമേൻ, അവർക്ക് കാട്ടിൽ നിന്നുള്ള ആമേൻ പക്ഷികളെ കർത്താവ് അവർക്ക് ഭക്ഷണമായി കൊടുത്തു. ദിവ്യ തൻ്റെ തലയെ തകർത്ത് കൊടുത്തു. സകലത്തിൻ്റെ മേലും ദൈവം വെള്ളത്തെ മാറയെ മധുരമാക്കി. സകലതും ദൈവം കൊടുത്തു. അവർ കഴിച്ചുകൊണ്ടിരിക്കും, തൃപ്തിയായിരിക്കുന്നു. പക്ഷെ ഈ ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ അവർ കഴിഞ്ഞില്ല. സ്തോത്രം. അതറിയണമെങ്കിൽ 300 വർഷത്തെ പീഡ, ഈ പീഡാ സംവത്സരത്തിലാണ് എന്നിലും അറിയാൻ പറ്റുമോ അവർക്ക്, എന്നിട്ടും അവർക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ദൈവ പൈതലെ, ആമൻ, ഈ 3 ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ വലിയ പ്രസൻസ് വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 7ാമത്തെ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് വരാം. ഈ പുസ്തകത്തിൻ്റെ സവിശേഷതകൾ. ഈ പുസ്തകത്തിൻ്റെ സവിശേഷതകൾ, സെൻട്രൽ ഹെഡിങ് കേട്ടായിരുന്നു? കേൾക്കാമോ ആൻറ്റി? ആൻറ്റി കേട്ടോ? ഓക്കെ. 1, ന്യായാധിപന്മാരുടെ പുസ്തകത്തെ സവിശേഷിപ്പിക്കുന്ന പ്രത്യേകതകൾ അഥവാ ഊന്നലുകൾ ഉണ്ട്. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. 1, അല്ലെങ്കിൽ എന്നിട്ടാലും മതി. പാലസ്തീൻ ജയിച്ചടക്കുന്നത് തുടങ്ങി രാജഭരണം ആരംഭിക്കുന്നത് വരെയുള്ള സംഭവ ബഹുലമായ ചരിത്ര സംഭവങ്ങളുടെ രേഖ.
എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ബി, 3 സാധ്യതകളുടെ വെളിപ്പാടുകൾ അവ നൽകുന്നു. അവിടെ തന്നെ ബ്രാക്കറ്റിൽ എ എന്നിട്ടിട്ട് ദൈവജനമായിരിക്കുക, ദൈവജനമായിരിക്കുക എന്ന് പറഞ്ഞതിൽ അതിൻ്റെ അർത്ഥവും ദൈവം തൻ്റെ ജനത്തെ അതിൻ്റെ അർത്ഥവും ദൈവം തൻ്റെ ജനത്തിൻ്റെ രാജാവും കർത്താവും നിങ്ങൾ നോക്കാത്തതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക് ചെയ്യുന്നത്. ആയിരിക്കെ എന്നതാണ് അടുത്ത ബി ബ്രാക്കറ്റിൽ ഒരു റൗണ്ട് ഇട്ടോ. പാപം ദൈവജനത്തിന് എല്ലായ്പ്പോഴും നാശകൂപമാക്കുന്നു. സി, ദൈവജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു. അവരുടെ ദുഷ്ടവഴികളിൽ നിന്നും തിരിയുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥന കേട്ട് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. രണ്ട് ദിനവൃത്താന്ത പുസ്തകം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വേദാംശം. അടുത്ത് നമ്മൾ എയും ബിയും ഇട്ടാണ് തുടങ്ങിയത്. അടുത്ത് സി, ദൈവിക രാജ്യത്തിന് കീഴിലുള്ള ഉടമ്പടി. ദൈവിക രാജ്യത്തിന് കീഴിലുള്ള ഉടമ്പടി. ജനങ്ങളെയാണ് ആകുന്ന അവരുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ വെളിപ്പാടില്ലാതെ കാഴ്ചപ്പാടുകളും നിയോഗങ്ങളുമില്ലാതെ പാപത്തിന്റെ വഴിയിൽ കൂടെ അവർ യാത്ര ചെയ്യുന്നു. അവർ ആത്മീകവും ധാർമ്മികവും ഇരുപത്തൊന്നാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം.
17-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വേദാംശം. ഒന്ന്, രണ്ട് നിയമത്തിലും ജീവിച്ച ദൈവജനത്തിന് വേണ്ടി, രണ്ട് നിയമത്തിലും ജീവിച്ച ദൈവജനങ്ങൾക്ക് വേണ്ടി ഇവർ ഒരു നിയമത്തിലല്ല, ഇവർ രണ്ട് വഴിയിൽ സഞ്ചരിക്കുന്നവരാണ്. ഒന്ന് വിഗ്രഹത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നു, രണ്ട് ദൈവ വഴി സഞ്ചരിക്കുന്നു. ഒരിക്കൽ ഏലിയാവ് ചോദിച്ചത്, നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാൽ വയ്ക്കും? ഇതുപോലെ രണ്ട് ദിശയിൽ കൂടെ സഞ്ചരിക്കുന്ന ജനം ഇന്നും നമ്മളുടെ ഇടയിലുണ്ട്. ഒന്ന്, അവർക്ക് ദൈവത്തെയും വേണം. രണ്ട്, പിന്നെ വേറെ എന്ത് വേണം? വിഗ്രഹാരാധനയും അവർക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രണ്ട് ദിശയിൽ സഞ്ചരിക്കുന്ന ജനത്തിന് വേണ്ടി ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആമേൻ. അടുത്ത് നമുക്ക് എഴുതാനുള്ളത്, ദൈവജനം സ്നേഹത്തോടുള്ള അനുസരണത്തിലും ജാഗ്രതയോടുള്ള ആത്മീക ഉത്സാഹത്തിലും തങ്ങളുടെ പൂർണ്ണ ഹൃദയം ദൈവത്തിന് നൽകുന്നു എങ്കിൽ തങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമാക്കപ്പെടുന്നു. ദൈവത്തോട് ശരിയായ പ്രതികരണം ഇല്ലാത്ത അവസ്ഥയിൽ അവർ സഞ്ചരിച്ചു. അടുത്ത രണ്ട്, ദൈവം ദീർഘക്ഷമയോട് കൂടിയവനാകയാൽ തൻ്റെ ജനം അനുതാപത്തിൽ തന്നോട് നിലവിളിക്കുമ്പോൾ ഈ പലപ്പോഴും ദൈവജനം നിലവിളിക്കുമ്പോൾ ദൈവം കേൾക്കുന്നില്ല. എന്നറിയാമോ? അവർ സഞ്ചരിക്കുന്ന പാത ശരിയല്ല. എപ്പോഴും ചിന്തിക്കണമേ. ആമേൻ. ഞാൻ പ്രാരംഭത്തിൽ ഇങ്ങനെ ഓർപ്പിച്ചു, അവരെങ്ങനെ ഒന്നിൽ വീണുപോയി, പിന്നെ അവരെന്ത് ചെയ്യുന്നു? അവർ പല നിലയിൽ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്ക് ആവശ്യമാണ്, പക്ഷെ അവർക്ക് വേണ്ടവണ്ണം പ്രാപിക്കാൻ കഴിയുന്നില്ല. കാരണം ദൈവം പറയുന്ന ആ ലൈനിൽ അവർ നിൽക്കുന്നില്ല എന്നാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ തലമുറയിലും ദൈവത്തെ ആരാധിക്കുന്ന നിയോഗത്തോടെ നിൽക്കുന്ന ആൾക്കാർ ഈ തലമുറയിലുണ്ട്, ഉറപ്പായിട്ടും. അതാണ് അബ്രഹാം പറഞ്ഞില്ലേ, എഴുതി വെച്ച്. അബ്രഹാം അന്ന് ചോദിച്ചത് ഈ തലമുറയ്ക്ക് ഏറ്റവും അത്യാവശ്യമായത് എന്താ അബ്രഹാം ചോദിച്ചെന്ന് അറിയാമോ? അബ്രഹാം അന്ന് ചോദിച്ചൊരു ദൂത്. നമുക്ക് ഈ വിഷയത്തിൽ അതില്ല എങ്കിലും ഞാൻ പറഞ്ഞു ആ ഒരു ആലോചന പറയാൻ വേണ്ടിയാ. എന്താ അബ്രഹാം അന്ന് പറഞ്ഞത്? യഹോവേ, ഒരു പട്ടണത്തിൽ 50 പാപികൾ ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ നീ ആ പട്ടണം നശിപ്പിക്കുമോ? ഇല്ല. അതെത്രയോ
ആഴമേറിയ വാക്കെന്നറിയാമോ? നമ്മൾ പറഞ്ഞു വിടാറുണ്ട്, ഇന്നത് സംഭവിക്കുക. ഇന്നൊരു രാജ്യത്ത് ചിലപ്പോൾ ഒരാളെ കാണത്തുള്ളൂ രക്ഷിക്കപ്പെട്ടെ. ആ രാജ്യത്തെ മുഴുവൻ ദൈവം സൂക്ഷിക്കുന്നില്ലേ? ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ കാണും ചിലപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരാൾ. ആ ഫ്ലൈറ്റ് മുഴുവൻ ദൈവം സൂക്ഷിക്കുന്നില്ലേ? ഒരു കെട്ടിടത്തിൽ ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരാളായിരിക്കും രക്ഷിക്കപ്പെട്ടത്. എനിക്ക് തോന്നുന്നു സെബിനൊക്കെ ജോലി ചെയ്യുന്നിടത്ത് സെബിൻ മാത്രമേ കാണത്തുള്ളൂ തോന്നുന്നു. രക്ഷിക്കപ്പെട്ട ഒരാൾ അദ്ദേഹം മാത്രമേ കാണത്തുള്ളൂ ആയിരിക്കും. ചിലപ്പോൾ ദിലീഷപ്പറൊക്കെ ജോലി ചെയ്യുന്നിടത്ത് താൻ മാത്രമേ കാണത്തുള്ളൂ. ഇതുപോലെ ഒരാളുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ഇല്ല. നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു സ്ഥാപനം, ചിലപ്പോൾ ഒരു സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടാകുമ്പോൾ അതിനകത്തുനിന്ന് അത്ഭുതകരമായി തൻ്റെ ജനത്തെ ദൈവം മാറ്റിയിട്ടുണ്ട്. സ്തോത്രം. വസ്തുക്കൾക്കെല്ലാം ചിലപ്പോൾ നാശനഷ്ടം വന്നാലും ജീവനൊന്നും പൊളിഞ്ഞു പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. ആ ദൈവത്തിൻ്റെ ഒരു വലിയൊരു കരുണയാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ജനം അനുതാപത്തിൽ തന്നോട് നിലവിളിക്കുമ്പോൾ ആത്മീകരും അഭിഷക്തരുമായ വ്യക്തികളെ എഴുന്നേൽപ്പിച്ചു. അവരെ എഴുന്നേൽപ്പിച്ചതെന്നറിയാമോ? പാപത്തിൻ്റെ ന്യായവിധിയോട് പാപത്തിൻ്റെ ന്യായവിധിയുടെ പീഡയിൽ നിന്ന് വിടുവിച്ച് യഥാസ്ഥാനപ്പെടുത്തുവാൻ പലപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രിയിൽ ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. നമ്മുടെ സമയം നമുക്ക് ഇനി അടുത്ത് ഒരു 3-4